നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരു പ്രായമായ സ്ത്രീ വന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലേ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തമാശക്ക് പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത അജൂസ്. വൃദ്ധയായ പ്രായമായ സ്ത്രീകൾ അവര് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പൊ ഈ സഹാബി വനിതക്ക് വല്ലാത്ത സങ്കടം തോന്നി. അവര് ദുഃഖിച്ച് വിഷമിച്ച് തിരിച്ചു നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിളിച്ചിട്ട് പറയാണ്, പ്രായമായ ആളുകൾ പ്രായമായ അവസ്ഥയിൽ സ്വർഗത്തിൽ എത്തൂല എന്നാണ് ഞാൻ പറഞ്ഞത്. സ്വർഗത്തിൽ എല്ലാവർക്കും 33 വയസ്സാണ് പ്രായം. സ്വർഗത്തിലെ എല്ലാ മനുഷ്യരും യുവാക്കളാണ്. എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ എല്ലാവർക്കും 33 വയസ്സ് അള്ളാഹു നിശ്ചയിച്ചത്? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഒരു മനുഷ്യന് ആസ്വാദനങ്ങളും അനുഭൂതികളും ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയുന്ന ഒരു പ്രായമാണത്. പ്രിയപ്പെട്ടവരെ, തിന്മയുടെ കുത്തൊഴുക്കിനെതിരെ ഏറ്റവും നന്നായിട്ട് പ്രതികരിക്കാൻ കഴിയുന്നവർ, ആ ഒഴുക്കിനെതിരെ ശക്തിയായി നീന്താൻ കഴിയുന്നവർ യുവാക്കളാണ്. ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന കുറച്ച് യുവാക്കളുണ്ട്. ശിർക്ക് ചെയ്യാൻ നിർബന്ധിച്ച ഭരണാധികാരിക്കെതിരെ സമരം പ്രഖ്യാപിച്ചവരാണ് അവർ. ആ നാട്ടിൽ അവർ ഒറ്റപ്പെട്ടു. അവരാണ് അസ്ഹാബുൽ കഹ്ഫ്. അവരെ പറ്റിയിട്ട് ഖുർആൻ പറഞ്ഞത്, ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം. അവർ അല്ലാഹുവിൽ വിശ്വസിച്ച കുറച്ച് ചെറുപ്പക്കാരാണ്, യുവാക്കളാണ്. തലമുടി നരച്ച, തൊലി ചുക്കിച്ചുളിഞ്ഞ, പ്രായമേറെ എത്തിയ മനുഷ്യരല്ല അവർ ചെറുപ്പക്കാരാണ്, അവർ യുവാക്കളായിരുന്നു എന്നാണ് ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഷിർക്കിനെതിരെ, കുഫറിനെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്രൂദിന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്ന് നമ്രൂദിനോട് സംവദിച്ച ഒരു പ്രവാചകനെ, ഒരു റസൂലിനെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പറ്റിയിട്ട് ഇബ്രാഹിം നബിയുടെ നാട്ടുകാർ പറഞ്ഞത്, ഖാലു സമിഅനാ ഫതൻ യദ്കുറുഹും യുഖാലു ലഹു ഇബ്രാഹിം. ഞങ്ങളൊരു യുവാവിനെ പറ്റി കേട്ടിട്ടുണ്ട്, ഒരു ചെറുപ്പക്കാരനെ പറ്റി കേട്ടിട്ടുണ്ട്. ഇബ്രാഹിം എന്നാണ് ആ ചെറുപ്പക്കാരന്റെ പേര്. ഇവിടെയൊക്കെ ഖുർആൻ ഫോക്കസ് ചെയ്യുന്നത് യൗവനത്തെയാണ്, യുവാക്കളെയാണ്. അള്ളാഹുവിന്റെ അർശ് കുലുങ്ങി ഒരു മനുഷ്യന്റെ മരണ വാർത്ത കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്തസ്സൽ അർശു ലിമൗതി സഅദ് ഇബ്നു മുആദ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണ വാർത്ത അറിഞ്ഞ് അള്ളാഹുവിന്റെ അർശ് വിറച്ചു എന്നാണ്. പ്രിയപ്പെട്ടവരെ, 36-ാമത്തെ വയസ്സിലാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് വിട വാങ്ങുന്നത്. 31-ാമത്തെ വയസ്സിൽ ഇസ്ലാം സ്വീകരിച്ചു. 5 വർഷങ്ങളാണ് മുസ്ലിമായി ജീവിച്ചത്. പക്ഷെ 5 വർഷങ്ങൾ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതം അടയാളപ്പെടുത്തുകയായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലേക്ക് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അയക്കുന്നുണ്ട്. ചെറുപ്പത്തിലാണ്, യുവാവായിരുന്നു, യൗവനത്തിലായിരുന്നു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 38 വയസ്സാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന സമയത്താണ് മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയക്കുന്നത്. അപ്പൊ ആ യൗവന കാലഘട്ടത്തിലാണ് യമനിലേക്കുള്ള ദൗത്യവുമായിട്ട് മുആദ് റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് പുറപ്പെടുന്നത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു 18 വയസ്സുകാരന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സൈന്യമുണ്ട്. സീറയുടെ ഗ്രന്ഥങ്ങളിൽ ഒരു തലവാചകമായിട്ട് നമുക്ക് കാണാൻ പറ്റും, ജയ്ഷു ഉസാമത്ത് ബിൻ സെയ്ദ്. ഉസാമത്ത് ബിൻ സെയ്ദിന്റെ സൈന്യം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന് മുമ്പ് ഏറ്റവും അവസാനമായി ഒരുക്കിയ സൈന്യത്തിന്റെ ലീഡർ ഒരു 18 വയസ്സുകാരനാണ്. ആ 18 വയസ്സുകാരൻ നയിച്ച സൈന്യത്തിൽ 50 കഴിഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, 50 കഴിഞ്ഞ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉണ്ട്, പ്രായമേറെ എത്തിയ അബൂ ഉബൈദയുണ്ട്.
അവരൊക്കെ അണിനിരന്നത് ഒരു 18 വയസ്സുകാരന്റെ കീഴിലായിരുന്നു. ഹിജറ 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാപണ്ഡിതനാണ് ഇമാം നവവി റഹിമഹുല്ലാഹു തആല. എത്ര ഗ്രന്ഥങ്ങളാണ് ഇമാം നവവി റഹിമഹുല്ലാഹു തആല ഈ ലോകത്തിന് സമ്മാനിച്ചിട്ടുള്ളത്. ഇസ്ലാമിക് ലൈബ്രറികളിലേക്ക് പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ ജീവിച്ച കുറച്ച് യുവാക്കളെ പറ്റിയിട്ടാണ് നമ്മൾ സൂചിപ്പിച്ചത്. വളരെ മനോഹരമായിക്കൊണ്ട് അവരൊക്കെ അവരുടെ ജീവിതം അടയാളപ്പെടുത്തി. ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങിയ വലിയ പണ്ഡിതനാണ് ഇമാം നവവി റഹിമഹുല്ലാഹു തആല. ഒരുപാട് സംഭാവനകൾ ഈ ദീനിൽ നൽകിയ ഒരു വലിയ പണ്ഡിതൻ. ആ ഇമാം നവവി റഹിമഹുല്ലാഹു തആല മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 70, 80, 90 കടന്നിട്ടില്ല. 45-ാമത്തെ വയസ്സിലാണ് ഇമാം നവവി റഹിമഹുല്ലാഹു തആല ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെറുപ്പക്കാരാണ്, നമ്മൾ യുവാക്കളാണ്. നമ്മുടെ ജീവിതത്തെ പറ്റിയിട്ട് നമ്മൾ ശരിക്ക് ഗൗരവത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാണ് ഈ ജീവിതം? എന്താണ് ഈ ജീവിതത്തിന്റെ ലക്ഷ്യം? നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? എല്ലാ ദിവസവും നേരം വെളുക്കുന്നു, വൈകുന്നേരമാകുന്നു, സൂര്യൻ ഉദിക്കുന്നു, ചന്ദ്രൻ വരുന്നു, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. അതിനപ്പുറം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നല്ല ഓർമ്മകൾ ബാക്കി ഉണ്ടാകുമോ? നമ്മൾ നമ്മുടെ ജീവിതം അടയാളപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഗൗരവത്തിൽ നമ്മൾ നമ്മളോട് ചോദിക്കുക. അറേബ്യൻ കവിയായ അഹ്മദ് ഷൗക്കിക്ക് വളരെ മനോഹരമായ 2 വരികളുണ്ട്. അന്നാസു സിൻഫാനി മൗത ഫി ഹയാതിഹിം വആഖറൂന ബിബത്നിൽ അർദി അഹ്യാഹു. മനുഷ്യന്മാര് 2 തരക്കാരാണ്. ഒരു ടീം അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവരാണ്. ഭൂമിക്ക് മുകളിൽ അവർ നടക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്, കിടക്കുന്നുണ്ട്. പക്ഷെ അവർ മരിച്ചവർക്ക് തുല്യമാണ്. അവരെ കൊണ്ട് നാടിനോ നാട്ടുകാർക്കോ കുടുംബത്തിനോ സമൂഹത്തിനോ ആർക്കും ഒരു പ്രയോജനമില്ല. ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കുന്നവരാണ് അവർ. രണ്ടാമത്തൊരു വിഭാഗമുണ്ട്. അവർ മരിച്ചിട്ട് ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളും പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ ലോകത്തിന് സമ്മാനിച്ച സംഭാവനകളിലൂടെ, നല്ല ഓർമ്മകളിലൂടെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിച്ചാൽ എന്താണ് ബാക്കി ഉണ്ടാവുക? ഒരു വിത്തെങ്കിലും വിതക്കുക നമ്മൾ, ഒരു ഇതളെങ്കിലും പൊഴിക്കുക നമ്മൾ, ഒരു വഴിയെങ്കിലും നമ്മൾ വെട്ടിത്തെളിക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ ഓർമ്മപ്പെടുത്തി, യഗ്തനിം ഖംസൻ ഖബ്ല ഖംസിൻ. 5 കാര്യങ്ങൾക്ക് മുമ്പ് നിങ്ങൾ 5 കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം. ശബാബക ഖബ്ല ഹറമിക്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമതായിട്ട് എണ്ണിയത്. നിങ്ങൾ നിങ്ങളുടെ യൗവനത്തെ, യുവത്വത്തെ ഉപയോഗപ്പെടുത്തണം നിങ്ങളിലേക്ക് വാർദ്ധക്യം എത്തുന്നതിന് മുമ്പ്. വസിഹതക ഖബല സഖമിക്. നിങ്ങൾ രോഗികളാകുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ ആരോഗ്യ സമയം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. വഗിനാക ഖബല ഫഖ്രിക്. നിങ്ങൾ ദരിദ്രരാകുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ ഐശ്വര്യകാലമില്ലേ, നിങ്ങളുടെ സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന സമയമില്ലേ, ആ സമയത്തെ നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. വഫറാഗക ഖബല ശുഗ്ലിക്. നിങ്ങൾ ജീവിതത്തിന്റെ തിരക്കുകളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ ഒഴിവു സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. വഹയാതക ഖബല മൗതിക്. നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ സമ്മാനമാകുന്ന ഈ ജീവിതത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ ആയുസ്സിനെ പറ്റിയിട്ട് നമ്മുടെ റബ്ബ് നമ്മളോട് ചോദിക്കും, അൻ ഉംരിഹി ഫീമാ അഫ്നാ. നിന്റെ ആയുസ് അത് നീ എന്തിനു വേണ്ടി ചെലവഴിച്ചു? അവിടെ അല്ലാഹു നമ്മളോട് നമ്മുടെ യൗവനത്തെ പറ്റി, നമ്മുടെ യുവത്വത്തെ പറ്റി ചോദിക്കുന്നുണ്ട്. വഅൻ ശബാബിഹി ഫീമാ അബ്ലാ. നിന്റെ യൗവനം, നിങ്ങളുടെ യുവത്വം അത് നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെലവഴിച്ചത്? പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും പെട്ടെന്ന് കടന്നു പോകും. നമ്മുടെ ആയുസ് പെട്ടെന്ന് തീർന്നു പോകും. മരണം നമ്മുടെ തൊട്ടരികിലുണ്ട്. നമ്മൾ ധരിച്ച ചെരുപ്പിന്റെ വാറിനേക്കാളും തൊട്ടടുത്ത് മരണമുണ്ട്. നമ്മൾ ധരിച്ച കുപ്പായം നമ്മുടെ ശരീരത്തോട് എത്ര ഒട്ടിച്ചേർന്ന് നിൽക്കുന്നുവോ അതിനേക്കാളും തൊട്ടടുത്ത് മരണമുണ്ട്. നമ്മൾ കൺമുൻപിൽ കണ്ട കാഴ്ചകൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. നമ്മൾ കേട്ട മരണ വാർത്തകൾ നമ്മളെ എന്താണ് ഇനിയും ചിന്തിപ്പിക്കാത്തത് എന്ന് ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കുക. ഇനി എന്നാണ് നമ്മൾ മാറുക? അതിനാരെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്? നമ്മൾ നനച്ചിരിക്കാത്തൊരു സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് മലക്കുൽ മൗത്തും കൂട്ടരും കടന്നു വരും.
തിരിച്ചു പോവുകയല്ലാതെ വേറൊരു മാർഗവും നമുക്കുണ്ടാവുകയില്ല. അന്നവർ സന്തോഷ വാർത്ത അറിയിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് തുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലാ. അവർ സന്തോഷ വാർത്ത അറിയിക്കും, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല, നിങ്ങൾക്ക് സ്വർഗമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ സന്തോഷ വാർത്ത കേൾക്കാൻ നമ്മൾ യോഗ്യരാണോ, നമ്മൾ അർഹരാണോ എന്ന് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുക. നിസ്കരിക്കാൻ മറന്നുപോയവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ ഖുർആൻ ഓതാൻ സമയം കിട്ടാത്തവരാണ് നമ്മൾ. സ്വകാര്യ നിമിഷങ്ങളിൽ അള്ളാഹു ഹറാമാക്കിയ നിഷിദ്ധങ്ങളെ പിച്ചി ചീന്തിയവരാണ് നമ്മൾ. മലക്കുകളുടെ ആ സന്തോഷ വാർത്ത കേൾക്കാൻ, ആ സുവിശേഷം കേൾക്കാൻ നമുക്ക് കഴിയുമോ എന്ന് ഗൗരവത്തിൽ ആലോചിക്കുക. അതുകൊണ്ട് മാറണം, മാറി ചിന്തിക്കണം, പുതിയൊരു ജീവിതം തുടങ്ങണം, പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് പറ്റണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, എന്റെ സഹോദരങ്ങളോട്, സഹോദരിമാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മൾ നമ്മുടെ ദീനിനെ ഗൗരവത്തിൽ കാണണം. സീരിയസ് ആയിട്ട് നമ്മുടെ ദീനിനെ കാണാൻ നമുക്ക് കഴിയണം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ ഒരാഴ്ചക്കിടക്ക് കൃത്യമായി കൊണ്ട് ജമാഅത്ത് നമസ്കാരങ്ങൾ നഷ്ടപ്പെടുത്താതെ നിർവഹിച്ച എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും? കഴിഞ്ഞ ഒരാഴ്ച നമ്മുടെ ഫജ്ർ നിസ്കാരത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? പള്ളിയിൽ ഫജ്ർ നിസ്കാരം നടക്കുമ്പോൾ ആ സൊഫിൽ നമ്മൾ ഉണ്ടായിരുന്നു. ദീനിന്റെ തൂണാണ് നിസ്കാരം. ആ നിസ്കാരമില്ല എങ്കിൽ പിന്നെ അവന്റെ ജീവിതത്തിൽ എന്ത് നന്മയാണ് ഉണ്ടാവുക? നമ്മൾ വലിയ വലിയ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ട്. ഖുദ്സിന്റെ മണ്ണിൽ നമ്മൾ സുജൂദ് ചെയ്യും എന്ന് നമ്മൾ വലിയ വായിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഫജ്ർ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? നിസ്കാരവും അള്ളാഹുവിനുള്ള ഇബാദത്തുകളും അത് വാചകമടിക്കാനുള്ളതല്ല, നമ്മുടെ ജീവിതം വെച്ച് നമ്മൾ വിലയിരുത്തണം. പ്രിയപ്പെട്ടവരെ, ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ ഇന്ന് മദീനയിൽ ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു ചെറിയ പുസ്തകമുണ്ട്, തഅദീമുസ് സ്വലാത്ത് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിൽ ഷെയ്ഖ് നമ്മളോട് പങ്കുവെക്കുന്ന ഒരു അനുഭവമുണ്ട്. അദ്ദേഹം മദീനയിലെ ഒരു ഗ്രാമത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ യാത്രക്കിടയിൽ ഒരു വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് കയറ് കെട്ടിയിരിക്കുന്നു. ആ കയറിനെ പറ്റിയിട്ട് അദ്ദേഹം അന്വേഷിച്ചു, ചോദിച്ചറിഞ്ഞു. അദ്ദേഹത്തിന് കിട്ടിയ ഉത്തരം എന്താണെന്നറിയോ? ആ വീട്ടിൽ വയോധികനായ കണ്ണ് കാണാത്ത ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന് പള്ളിയിലേക്ക് വരാനും പള്ളിയിൽ നിന്ന് തിരിച്ചു പോകാനുമുള്ള കയറാണത് എന്നാൽ ബാങ്ക് കേൾക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മുവദ്ദിനിന്റെ വിളിക്കുത്തരം നൽകണമെന്നാണ് കണ്ണ് കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, 5 നേരത്തെ നിസ്കാരം നമുക്ക് ഊർജമാകണം, നമുക്ക് ആവേശമാകണം, നമുക്ക് സമാധാനമാകണം. 5 നേരവും കൃത്യമായി ജമാഅത്തിൽ പങ്കെടുത്ത് നിസ്കരിച്ച ഒരാൾക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സുഖമുണ്ട്. അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. രക്തം വാർന്നൊലിക്കുന്ന സമയത്തും എഴുന്നേറ്റ് നിന്ന് ലാ ഹദ്ദ ഫിൽ ഇസ്ലാമി ലിമൻ തറക അസ്സലാ, നിസ്കാരം ഒഴിവാക്കുന്നവന് ഇസ്ലാമിൽ ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞ് നിസ്കരിക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിലുണ്ട്. കത്തിപ്പനിച്ച് നിൽക്കുന്ന സമയത്ത് വേച്ച് മദീന പള്ളിയിലേക്ക് നടന്നു വന്ന് നിസ്കാരത്തിന് നേതൃത്വം കൊടുത്ത അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളാണ് നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുന്ന സമയത്ത് അവസാനമായി കൊണ്ട് അനുചരന്മാർക്ക് കൊടുത്ത വസിയത്തുകളിൽ ഒന്ന് അസ്സലാത്ത് വമാ മലകത് ഐമാനുക്കും. സഹാബിമാരെ, നിങ്ങൾ നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിസ്കാരത്തിന്റെ കാര്യം നിങ്ങൾ ഗൗരവത്തിൽ കാണണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, യുവാക്കളെ, ചെറുപ്പക്കാരെ, എന്താണ് നമ്മുടെ നിസ്കാരങ്ങളുടെ അവസ്ഥ എന്ന് ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുക. അള്ളാഹുവിന്റെ ഇഷ്ടങ്ങളാണ് എന്റെ ഇഷ്ടങ്ങൾ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതൊന്നും എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റണം. മദീനയിൽ ജീവിച്ച 7 കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുണ്ട്, അൽ ഫുഖഹാഉ സബഅ. ആ അൽ ഫുഖഹാഉ സബഅയുടെ കൂട്ടത്തിൽ ഒരാളാണ് ഉർവത്ത് ഇബ്നു സുബൈർ റഹിമഹുല്ലാഹ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശിഷ്യനായിരുന്നു ഉർവത്ത് ഇബ്നു സുബൈർ റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വളരെ സുന്ദരമായ, നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ട ഒരു സന്ദർഭമുണ്ട്. അദ്ദേഹത്തിന് ഒരു കാലിന് രോഗം ബാധിച്ചു. ഡോക്ടർമാർ പറഞ്ഞു, ആ കാല് മുറിച്ചു മാറ്റണം. കാല് മുറിച്ചു മാറ്റിയിട്ടില്ല എങ്കിൽ അത് നിങ്ങളുടെ ശരീരത്തെ മുഴുവൻ ബാധിക്കും. അങ്ങനെ അദ്ദേഹത്തിന്റെ കാല് മുറിച്ചു മാറ്റിയ കാല് ഒരു പാത്രത്തിൽ വെച്ചിരിക്കുകയാണ്. ആ പാത്രത്തിലേക്ക് നോക്കിയിട്ട്
ഉർവത്ത് ഇബ്നു സുബൈർ റഹിമഹുല്ലാഹു തആല പറയുന്ന മനോഹരമായ വാക്കുകൾ ചരിത്രത്തിലുണ്ട്. വല്ലാഹി മാ മശൈതു ബിക ഇലാ മഅസിയത്തിൻ ഖത്തു വഅന അഅലം. അല്ലാഹുവാണേ, അറിഞ്ഞുകൊണ്ട് ഈ കാലുകൊണ്ട് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരിടത്തേക്കും ഞാൻ നടന്നു പോയിട്ടില്ല. അതെന്തൊരു വാക്കാണ് പ്രിയപ്പെട്ടവരെ, അതൊരു ഈമാനാണ്, അതെന്തൊരു തഖ്വയാണ്. നമുക്ക് പറയാൻ കഴിയുമോ? ഇന്ന് നേരം പുലർന്നത് മുതൽ ഈ സമയം നമ്മൾ ഇവിടെ ഇരിക്കുന്നത് വരെയുള്ള സമയത്ത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ടില്ല എന്ന്, ഞാൻ എൻ്റെ കാതുകൾ കൊണ്ട് കേട്ടിട്ടില്ല എന്ന്, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരിടത്തേക്കും ഞാൻ നടന്നു പോയിട്ടില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ആരാണ് മനസ്സിന്റെ മോഹങ്ങളോട് പോരാടുന്നത്, സമരം ചെയ്യുന്നത്, അവർക്കാണ് സ്വർഗം. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ആരാണ് തന്റെ മനസ്സിന്റെ ഇഷ്ടങ്ങളോട് സമരം ചെയ്യുന്നത്, ജിഹാദ് ചെയ്യുന്നത്, അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു ദിവസത്തെ ഓർത്ത് അവന്റെ മനസ്സിനെ കടിഞ്ഞാണിടുന്നത്? മൻ യദ്മനു ലി മാ ബൈന ലിഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മനു ലഹുൽ ജന്ന. ആര് രണ്ട് തുടയെല്ലുകൾക്കിടയിലുള്ളത്, രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ളത്, നാവും നമ്മുടെ സ്വകാര്യ അവയവവും സൂക്ഷിക്കാമെന്ന് എനിക്ക് ഉറപ്പു തരുന്നുവോ അവൻക്ക് ഞാൻ സ്വർഗം ഉറപ്പു നൽകാമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വാക്ക് വെറുതെ പറഞ്ഞതല്ല. ഇത് രണ്ടും സൂക്ഷിക്കണമെങ്കിൽ, ഇത് രണ്ടും ശ്രദ്ധിക്കണമെങ്കിൽ അതിന് നല്ല ജിഹാദ് വേണം. അങ്ങനത്തെ ഒരു ഉറപ്പ് കൊടുക്കാൻ നമുക്ക് കഴിയുമോ എന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന യുവാക്കൾ ചിന്തിക്കുക. അള്ളാഹുലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുക, ദീൻ മുറുകെ പിടിക്കുക. ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ കിട്ടുന്ന ആസ്വാദനവും ജീവിതത്തിൽ കിട്ടുന്ന മധുരവും അത് വല്ലാത്ത ആസ്വാദനമാണ്. നിശാ ക്ലബ്ബുകളിൽ നിന്ന് നമുക്ക് കിട്ടാത്ത ആസ്വാദനങ്ങൾ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും. സിനിമക്കും സംഗീതങ്ങൾക്കും നൽകാൻ കഴിയാത്ത മധുരം ജീവിതത്തിൽ നമുക്ക് ഖുർആനിന്റെ പാരായണങ്ങൾ കൊണ്ട് കിട്ടും. മദ്യത്തിനും ലഹരിക്കും സമ്മാനിക്കാനാവാത്ത സന്തോഷം നല്ല കൂട്ടുകാരോടൊപ്പമുള്ള സുഹൃത്തുക്കളിൽ നിന്ന് നമുക്ക് കിട്ടും. അതിന് നമുക്ക് വേണ്ടത് ഒരു അടിയുറച്ച വിശ്വാസമാണ്. നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം അത് ക്ലിയർ ആയിരിക്കണം. പ്രിയപ്പെട്ടവരെ, എല്ലാ നന്മകളുടെയും അടിസ്ഥാനം മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നതാണ്. മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എങ്കിൽ, ആരുടെയും മുമ്പിൽ നമുക്ക് കണക്കുകൾ പറയേണ്ടി വരില്ല എങ്കിൽ, കണക്കുകൾ അവതരിപ്പിക്കേണ്ടതില്ല എങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെ ജീവിച്ചൂടെ? മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എങ്കിൽ ഈ ലോകത്ത് നമുക്ക് എങ്ങനെ ജീവിച്ചൂടെ? എന്തുകൊണ്ടാണ് അന്യായമായിട്ട് വേറൊരാളുടെ 100 രൂപ നമുക്ക് എടുക്കാൻ പറ്റാത്തത്? അതിന്റെ കണക്ക് നമ്മൾ നാളെ ബോധിപ്പിക്കേണ്ടി വരും. എന്തുകൊണ്ട് അനന്തര സ്വത്തിൽ നമുക്ക് അവകാശമില്ലാത്തത് തട്ടിപ്പറിച്ചെടുക്കാൻ പറ്റില്ല? കാരണം നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ മറുപടി പറയേണ്ടി വരും. എന്തുകൊണ്ട് ഒരു കച്ചവടക്കാരൻ തുലാസിൽ തൂക്കുമ്പോൾ ഒരു 50 ഗ്രാം കുറച്ചു കൊടുത്തുകൂടാ? ആ 50 ഗ്രാമിന് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരും. അപ്പൊ ജീവിതത്തിൽ ഒരു വിചാരണയുണ്ട് എന്ന ചിന്തയും വിശ്വാസവുമാണ് എല്ലാ നന്മകളുടെയും അടിസ്ഥാനം. അങ്ങനത്തെ ഒരു ലോകം വരിക തന്നെ ചെയ്യും. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. മണ്ണിൽ നിന്നാണ് മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത്. ആ മണ്ണിലേക്ക് തന്നെ നമ്മൾ അല്ലാഹു മടക്കി ഉയർത്തെഴുന്നേൽപ്പിട്ടുണ്ട്. ആര് നിഷേധിച്ചാലും, ആരില്ല എന്ന് പറഞ്ഞാലും അങ്ങനത്തെ ഒരു ലോകം വരാനുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകണം. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ആദ്യം ക്ലിയർ ആകേണ്ടത് നമ്മുടെ തൗഹീദ് തന്നെയാണ്. തൗഹീദ് ശരിയല്ല എങ്കിൽ വേറെ എന്തുണ്ടായിട്ടും ഒരു കാര്യവുമില്ല. നാളെ ആഖിറത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ ഉപ്പ ആസറിനെ കണ്ടുമുട്ടുന്ന ഒരു രംഗം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആസറിനെല്ലാം ബോധ്യപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമ ചോദിക്കും, അലം അഖുൽ ലക ലാ തഅസിനി, എന്നെ ധിക്കരിക്കരുത് എന്ന്, എന്നോട് അനുസരണക്കേട് കാണിക്കരുത് എന്ന് ഞാൻ മുന്നറിയിപ്പ് തന്നിട്ടില്ലായിരുന്നു? ആസർ പറയും, ഫൽയൗമ ലാ അസീക്, ഇന്ന് ഞാൻ നിന്നെ ധിക്കരിക്കുകയില്ല. ഇന്ന് നീ എന്താണോ പറയുന്നത് അത് ഞാൻ അനുസരിച്ചു കൊള്ളാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എന്നെ ദുഃഖിപ്പിക്കുകയില്ല എന്ന്, എന്നെ വേദനിപ്പിക്കുകയില്ല എന്ന്
നീ എനിക്ക് വാക്ക് തന്നിട്ടില്ലേ? എന്റെ ഉപ്പ നരകത്തിലേക്ക് പോകുന്നതിനേക്കാളും വലിയ ദുഃഖം എന്താണ്, അതിനേക്കാളും വലിയ സങ്കടം എന്താണ്? അല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ. ഇബ്രാഹിം കാഫിറുകളായ ആളുകൾക്ക് ഞാൻ സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു, സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാൽ ചുവട്ടിൽ നിന്നാണ് ഉപ്പ ആസറിനെ പിടിച്ചിട്ട് അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടത് ആരാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം? അള്ളാഹുവിന്റെ ഖലീലാണ്. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. ഒരു മനുഷ്യനെ ഖലീലാക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ ഒരാളെ സ്നേഹിക്കാൻ കഴിയില്ല. അങ്ങനെ അള്ളാഹു സ്നേഹിച്ച ആളാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. പക്ഷെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഉപ്പ രക്ഷപ്പെട്ടിട്ടില്ല. കാരണം തൗഹീദില്ലായിരുന്നു. ആരായിരുന്നു? അബൂ താലിബ്. 8ാമത്തെ വയസ്സിൽ സമ്പൂർണനായി കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യതീമായി. വല്യുപ്പയുടെ സംരക്ഷണവും നിന്നു, വല്യുപ്പയും മരിച്ചു. പിന്നെ 8ാമത്തെ വയസ്സു മുതൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുന്നത് മൂത്താപ്പ അബൂ താലിബാൻ. 41 വർഷങ്ങൾ അബൂ താലിബ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചിട്ടുണ്ട്. നബിയുടെ കൂടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അബൂ താലിബ് ഉണ്ടായിരുന്നു. ഷഅബ് അബീ താലിബിൽ അവർ 3 വർഷം പട്ടിണി കിടന്നിട്ടുണ്ട്. ഭക്ഷണം കിട്ടാതെ മക്കക്കാർ ഉപരോധം ഏർപ്പെടുത്തിയ 3 വർഷങ്ങൾ അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഷഅബ് അബീ താലിബിലെ പട്ടിണിയുടെ ആഴവും തീവ്രതയും എത്രയാണ് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവരുമായിട്ട് കച്ചവട ഇടപാടുകളില്ല, വിവാഹ ബന്ധങ്ങളില്ല, അവരുമായിട്ട് സംസാരമില്ല, കൂടിയിരിക്കുകയില്ല. ആ 3 വർഷങ്ങൾക്കിടയിൽ നടന്ന ഒരു സംഭവം സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയാൻ, ഒരു രാത്രി ഞാൻ മൂത്രമൊഴിക്കാൻ എഴുന്നേറ്റതാണ്. ആളുകളിൽ നിന്നൊക്കെ കുറച്ച് ദൂരേക്ക് മാറിപ്പോയി. മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ മൂത്രം ചെന്ന് തട്ടുന്നത് നിലത്തല്ല, മണ്ണിലല്ല. ആ മൂത്രമൊഴിക്കുന്ന ശബ്ദം കേട്ടാൽ നമുക്കറിയാലോ. അപ്പൊ ശ്രദ്ധിച്ചു നോക്കിയപ്പോ അത് ഒട്ടകത്തിന്റെ ഒരു ഉണങ്ങിയ തോലാണ്. ആ ഉണങ്ങിയ തോലിലാണ് മൂത്രം ചെന്ന് തട്ടുന്നത്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ആ തോലെടുത്തു, ഞാനത് കഴുകി വൃത്തിയാക്കി. 3 ദിവസം എൻ്റെ ഭക്ഷണം ആ തോലായിരുന്നു എന്നാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, ഒരാൾ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ഒട്ടകത്തിന്റെ ഉണങ്ങിയ തോല് കിട്ടുന്നു. ആ തോല് കഴുകി വൃത്തിയാക്കി 3 ദിവസം അതുകൊണ്ട് വിശപ്പടക്കുന്നു. ആ പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും തീവ്രത എത്രയാണ് പ്രിയപ്പെട്ടവരെ. ആ 3 കൊല്ലവും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പൂർണ്ണ പിന്തുണയും സഹായവുമായി ഒപ്പം നിന്ന ആളാണ് അബൂ താലിബ്. പക്ഷെ അബൂ താലിബിന് സ്വർഗമില്ല. അബൂ താലിബ് നാളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. കാലാകാലം നരകത്തിൽ കിടക്കുന്ന ഒരാളാണ് അബൂ താലിബ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താപ്പ. എന്താണ് പ്രശ്നം? ആദർശമാണ് പ്രശ്നം, തൗഹീദാണ് പ്രശ്നം, ദീനാണ് പ്രശ്നം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ചെറുപ്പക്കാരോട്, യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് നമ്മുടെ തൗഹീദ് തന്നെയാണ്. ലോകത്ത് എവിടെ നിന്ന് വിളിച്ചാലും മുഹ്യിദ്ദീൻ ശൈഖ് കേൾക്കുമെന്നൊരാൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, അയാൾ അങ്ങനെയാണ് മരിക്കുന്നത് എങ്കിൽ, വല്ലേ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് ബായ്കൂടാതുത്തീരം ചെയ്യും ഞാൻ എന്നോവർ. മുഹ്യിദ്ദീൻ മലയിലുള്ള വരിയാണ്. എവിടുന്ന് എന്നെ വിളിച്ചാലും ആ വായ പൂടുന്നതിന് മുമ്പ് ഞാൻ അവർക്ക് ഉത്തരം നൽകുമെന്നാണ്. ഇത് അള്ളാഹുവിന്റെ വിശേഷമല്ലേ? എവിടുന്ന് വിളിച്ചാലും കേൾക്കുന്നവൻ അസ്സമിയ്, അത് നമ്മുടെ റബ്ബല്ലേ? ഇങ്ങനെ ഒരാൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസം കൊണ്ടാണ് ഒരാൾ മരിക്കുന്നത് എങ്കിൽ അവൻ കാലാകാലം നരകത്തിലാണ്. അവൻ നരകത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നില്ല. എവിടുന്ന് വിളിച്ചാലും CM മടവൂര് കേൾക്കും, ആ വിളിക്ക് ഉത്തരം നൽകുമെന്ന് ഒരാൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ലോകം നിയന്ത്രിക്കുന്നത് മുദബ്ബിറുൽ ആലം CM മടവൂരാണ് എന്ന് ഒരാൾ വിശ്വസിക്കുന്നുവെങ്കിൽ, അവൻ അങ്ങനെ മരിക്കുകയാണെങ്കിൽ, തൗബ ചെയ്തിട്ടില്ല എങ്കിൽ അവൻ കാലാകാലം നരകത്തിലാണ്. എന്നാൽ ഹൃദയത്തിൽ ഒരു അണുമണി തൂക്കം ഈമാനുള്ളവൻ, തൗഹീദുള്ളവൻ, അവൻ ഒരിക്കലും നരകത്തിൽ കാലാകാലം കിടക്കേണ്ടി വരില്ല.
وقل يخرج الله العظيم بفضله من النار أجسادا من الفحم تطرح على النهر في الفردوس تحيا بمائه كحب حميل السيل إذ جاء يطفح. ഒരു മുഴുകുടിയനായ മനുഷ്യൻ, കള്ളുകുടിയനാണ് അയാൾ. കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അയാൾ മരിച്ചതെന്ന് വിചാരിക്കുക. തൗബ ചെയ്തിട്ടില്ല. അയാൾ നാളെ ആഖിറത്തിലെത്തിയാൽ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അയാൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കും. തൗഹീദുള്ള മനുഷ്യനാണ് എങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കും. ഇനി അതല്ല എങ്കിൽ 50 കൊല്ലം 60 കൊല്ലം കള്ളു കുടിച്ചതിനുള്ള ശിക്ഷ അയാൾ അനുഭവിക്കേണ്ടി വരും നരകത്തിൽ വെച്ച്. ആ ശിക്ഷ കഴിഞ്ഞാൽ അള്ളാഹു അയാളെ നരകത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. അയാൾ തൗഹീദുള്ള ഒരാളാണെങ്കിൽ. തൗഹീദില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, കാലാകാലം ആ മനുഷ്യൻ നരകത്തിൽ കിടന്ന് വെന്തെരിയും. ലാ യമൂതു ഫീഹാ വലാ യഹ്യ. അവിടെ ജീവിതവും ഇല്ല, അവിടെ മരണവും ഇല്ല. അതുകൊണ്ട് തൗഹീദ് ക്ലിയർ ആണോ എന്ന് നമ്മൾ ചിന്തിക്കുക. എല്ലാ ന്യായങ്ങളും പറയുന്നത് എന്തിന്റെ പേരിലാണെന്നറിയോ? ഇതൊക്കെ അള്ളാഹു കൊടുത്തു കഴിവാന്നാ പറയാ. നിങ്ങൾ എവിടെ നിന്ന് വിളിച്ചാലും മുഹ്ദി ശൈഖ് കേൾക്കും. ലോകം നിയന്ത്രിക്കുന്നത് CM അടവൂരാണ്. എന്താ കാരണം? അത് അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവാണ്. അള്ളാഹുവിന്റെ കഴിവോ? അത് അള്ളാഹുവിന്റെ സ്വയം കഴിവാണ്. അള്ളാഹുവിന്റെ കഴിവ് സ്വയം കഴിവാണ്. മുഹ്ദി ശൈഖിനുള്ള കഴിവ്, CM അടവൂരുള്ള കഴിവ്, അത് അള്ളാഹു കൊടുത്ത കഴിവാണെന്നാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ 2 സംഭവങ്ങൾ സൂചിപ്പിക്കാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നടന്ന 2 സംഭവങ്ങൾ. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന പള്ളി അടിച്ചു വാരിയിരുന്ന ഒരു പെണ്ണ്, അവര് മരിച്ചു. രാത്രിയാണ്. സ്വഹാബിമാർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവരം അറിയിച്ചിട്ടില്ല. അടുത്ത ദിവസം ആ സ്ത്രീയെ കാണുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, എവിടെ നമ്മുടെ പള്ളി അടിച്ചു വാരിയിരുന്ന ആ സഹോദരി എവിടെ? സ്വഹാബിമാർ പറഞ്ഞു, അവര് ഇന്നലെ രാത്രി മരിച്ചു റബിയെ. എന്തുകൊണ്ട് നിങ്ങൾ എന്നെ അറിയിച്ചില്ല? ദുല്ലൂനി അലാ ഖബരിഹ. നിങ്ങൾ ആ പെണ്ണിന്റെ ഖബർ എനിക്ക് കാണിച്ചു തരണം. സ്വഹാബിമാർ ആ ഖബർ കാണിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഖബറിനരികിൽ ചെന്നിട്ട് അവർക്ക് വേണ്ടി ജനാസ നിസ്കരിച്ചു. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന സമയത്ത് നബിയുടെ അനുചരന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ മരിച്ച വിവരം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിഞ്ഞിട്ടില്ല. ഇതൊരു സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മജ്ലിസിലേക്ക് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വന്നു. വലിയ കച്ചവടക്കാരനാണ്, ധനികനാണ്, മദീനയിലെത്തി, കല്യാണം കഴിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ വസ്ത്രത്തിൽ ഒരു അടയാളം കാണുകയാണ്. ഒരു അത്തറിന്റെ അടയാളമാണ് അത്. കല്യാണം കഴിഞ്ഞ ആളുകൾ പൂശുന്ന അത്തറാണ്. ആ അത്തർ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അബ്ദുറഹ്മാൻ, കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞു നബിയെ. ആരെയാണ് കല്യാണം കഴിച്ചത്? ഒരു അൻസൂലിം വലൗ ബിശാത്തിൻ. ഒരു ആടിനെ അറുത്തിട്ടെങ്കിലും അബ്ദുറഹ്മാൻ നീ വലീമ കൊടുക്കണം. ഇത് 2ാമത്തെ സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നബിന്റെ കൂടെ ജീവിക്കുന്ന ഒരു സ്വഹാബിയുടെ കല്യാണം കഴിഞ്ഞ വിവരം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നബി ജീവിച്ചിരിക്കുന്ന സമയത്ത് നബി ഇത് അറിയില്ല എങ്കിൽ പിന്നെ നബി മരിച്ചതിന് ശേഷം എങ്ങനെയാണ് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുക? നബി അത് അറിയില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് മുഹ്ദി ശൈഖ് അറിയുക? പിന്നെ എങ്ങനെയാണ് CM അടവൂർ അറിയുക? ഈ കൊടുത്ത കഴിവ് എന്നുള്ള ഒരു ഏർപ്പാട് തന്നെ ഇസ്ലാമിലില്ല. മുഅ്ജിസത്തും കറാമത്തും ഉണ്ട്. മുഅ്ജിസത്തും കറാമത്തും നമ്മൾ വിശ്വസിച്ചിരിക്കണം. അതൊരാൾ നിഷേധിക്കുകയാണെങ്കിൽ അവൻ നിഷേധിക്കുന്നത് ഖുർആനെയാണ്, അവൻ നിഷേധിക്കുന്നത് സുന്നത്തിനെയാണ്. എന്ന് മുഅ്ജിസത്ത് കൊടുത്ത കഴിവാണോ? മുഅ്ജിസത്ത് ആരുടെ കഴിവാണ്? കഴിവ് അല്ലാഹുവിന്റേതാണ്. ഒരു ഉദാഹരണം പറയാം. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൂരി സീനാ പർവ്വതത്തിന്റെ അവിടെ വെച്ച് അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് മുഅ്ജിസത്ത് കാണിച്ചു കൊടുക്കാൻ. വമാ തിൽക ബിയമീനിക യാ മൂസ. മൂസ, നിന്റെ വലത് കൈയിൽ എന്താണുള്ളത്? അതിന്റെ വടിയാണ്. ആ വടി ഒന്ന് താഴെയിട്. ആ വടി താഴെ ഇട്ടു. അത് പാമ്പായി മാറി. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമ പേടിച്ചു എന്നാണ്. അപ്പോൾ അല്ലാഹു പറയാണ്, ഖാല ഖുദ്ഹാ വലാ തഖഫ് സനുഈദുഹാ സിറതഹൽ ഊല. മൂസ, നീ പേടിക്കണ്ട, ആ വടി നീ എടുത്തോ, അത് അതിന്റെ പഴയ രൂപത്തിലേക്ക് ഞാൻ മടക്കി തരാം. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കഴിവായിരുന്നു അത് എങ്കിൽ പിന്നെ മൂസാ നബി എന്തിനാ പേടിക്കുന്നത്? ഫിറഔനിന്റെ സാഹിര്യങ്ങളുമായിട്ട് മത്സരം നടന്നു. ജാലവിദ്യക്കാരുമായിട്ട് മത്സരം നടന്നു. അവരവരുടെ കൈകളിലുള്ള വടികളും കയറുകളൊക്കെ നിലത്തിട്ടു. അപ്പൊ അത് ഇഴയുന്നത് പോലെ മൂസാ നബിക്ക് തോന്നിയാൽ. അപ്പൊ അവിടെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമ പേടിക്കുകയാണ്.
നിങ്ങളതൊക്കെ ഇട്ടോളി, എൻ്റെ കയ്യിൽ അതിനേക്കാളും വലിയൊരു പാമ്പുണ്ട്, ഞാൻ ഈ വടി ഇട്ടാല് നിങ്ങളുടെ കയറുകളും നിങ്ങളുടെ വടികളൊക്കെ ആ വലിയ സർപ്പം വിഴുങ്ങിക്കളയും എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നില്ല. അള്ളാഹു സമാധാനിപ്പിക്കുകയാണ്. മൂസ, ഈ മത്സരത്തിൽ നീ തന്നെ വിജയിക്കും. അപ്പൊ മുഅ്ജിസത്ത് എന്നുള്ളതും കറാമത്ത് എന്നുള്ളതും അത് അള്ളാഹു ആർക്കും കൊടുത്ത കഴിവല്ല, കഴിവ് അള്ളാഹുവിൻ്റെതാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾക്ക് പോലും ശരിക്ക് വയറ് നിറച്ച് കുടിക്കാനില്ലാത്ത പാല് അസ്ഹാബു സുഫയിൽ വട്ട എത്ര മനുഷ്യന്മാർക്ക് വീതം വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നബിന്റെ മുഅ്ജിസത്തായിരുന്നു. എന്നാൽ അതേ നബി തന്നെ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടന്നിട്ടില്ലേ? അപ്പൊ മുഅ്ജിസത്തും കറാമത്തും അത് ആരുടെങ്കിലും കഴിവാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. അതുകൊണ്ട് തൗഹീദ് ക്ലിയർ ആക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മൾ മുറുകെ പിടിക്കുക. എത്ര മനോഹരമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഫോളോ ചെയ്തത് എന്ന് നമ്മൾ ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പോൾ ബൈത്തുൽ മഖ്ദസിലേക്ക് തിരിഞ്ഞിട്ടാണ് നബിന്റെ ആദ്യകാലത്ത് നിസ്കാരം. മുസ്ലിങ്ങളുടെ ഒന്നാമത്തെ ഖിബ്ല ബൈത്തുൽ മഖ്ദസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിഅ്റാജിന്റെ രാത്രിയിൽ നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. മക്കയിൽ വെച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നുണ്ട്. പക്ഷെ മക്കയിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. മക്കയിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞാലും കഅബ മുന്നിലായി വരുന്ന അവസ്ഥയിൽ നിസ്കരിക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടങ്ങാത്ത ആഗ്രഹമായിരുന്നു കഅബ ഖിബ്ലയായി കിട്ടണം എന്നുള്ളത്. എന്നാൽ മദീനയിലെത്തി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 16-17 മാസങ്ങൾ ബൈത്തുൽ മഖ്ദസിലേക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കുന്നത്. മദീനയിൽ വെച്ച് ബൈത്തുൽ മഖ്ദസിലേക്ക് തിരിയാന്ന് പറഞ്ഞാൽ കഅബ പിന്നിലാണ്. അപ്പൊ നബിന്റെ വല്ലാത്ത ആഗ്രഹമാണ് കഅബ ഖിബ്ലയായി കിട്ടണം എന്നുള്ളത്. ആ ആഗ്രഹം അല്ലാഹു പരിഗണിക്കാൻ ഖദ് നറാ തകല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദൽ ഹറാം. ല്ലേ, ഒരു അസ്ർ നിസ്കാരത്തിന്റെ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൽപ്പന വരുന്നത്, ഇനി നിങ്ങൾ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുക, മക്കയിലെ മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുക. നബിന്റെ ആഗ്രഹം അല്ലാഹു പരിഗണിക്കാൻ. പ്രിയപ്പെട്ടവരെ, ആ അസ്ർ നിസ്കാരം മദീന പള്ളിയിൽ വെച്ച് നിർവഹിച്ച ഒരു സ്വഹാബി ആ പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് ഇറങ്ങി ഓടുകയാണ് അടുത്തൊരു പള്ളിയിലേക്ക്. അവിടെ അസ്ർ നിസ്കാരം നടന്നുകൊണ്ടിരിക്കാൻ, നബിന്റെ സ്വഹാബിമാർ അസ്ർ നിസ്കരിച്ചുകൊണ്ടിരിക്കാൻ. അപ്പൊ ഈ സ്വഹാബി വിളിച്ചു പറയാണ്, അഷ്ഹദു ലഖദ് സ്വല്ലൈതു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിബല മക്ക. ഇതാ മക്കയിലെ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അസ്ർ നിസ്കരിച്ചിട്ടാണ് ഞാൻ വരുന്നത്. നബിന്റെ കൂടെ ആ നിസ്കാരം പൂർത്തിയാക്കിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തെത്തിയത്. പ്രിയപ്പെട്ടവരെ, ആ പള്ളിയിൽ പിന്നെ നടക്കുന്നത് എന്താണെന്നറിയോ? റുക്കൂഇലാണ് ആ സമയത്ത് സ്വഹാബിമാരുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചിട്ടുണ്ട് എന്ന വിവരം കിട്ടുമ്പോൾ ആ റുക്കൂഇൽ വെച്ചിട്ട് സ്വഹാബിമാർ നേരെ കഅബയിലേക്ക് തിരിയാൻ. നമ്മൾ പറഞ്ഞു, കഅബ മദീനയിൽ നിൽക്കുമ്പോൾ അവരുടെ പിറകിലാണ് 180 ഡിഗ്രി സ്വഹാബിമാർ റുക്കൂഇൽ വെച്ച് തിരിയാൻ. നമ്മൾ ഏതായാലും നിസ്കാരം തുടങ്ങിയില്ലേ, ഇപ്പൊ റുക്കൂഇലല്ലേ, ഇനി അടുത്ത വക്തിൽ ആലോചിക്കാം, അടുത്ത നിസ്കാരത്തിന്റെ സമയത്ത് ചിന്തിക്കാമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ ആലോചിച്ചിട്ടില്ല. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ ഫോളോ ചെയ്യാൻ നമുക്ക് എത്ര പേർക്ക് കഴിയുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, നബിയുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് നടന്നത്, നബി എങ്ങനെയാണ് കിടന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷണം കഴിച്ച പാത്രത്തിന്റെ അവസ്ഥ എന്തായിരുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്ന പായയുടെ അവസ്ഥ എന്തായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഞ്ചരിച്ച ഒട്ടകത്തിന്റെ വിശേഷണങ്ങൾ, നബി ധരിച്ച മോതിരം, നബി ധരിച്ച ചെരുപ്പ്, എല്ലാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ അദത്തു ഫീ റഅസി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിഹിയതുഹു ഇല്ലാ 14 ശഅറതൻ ബൈദാ. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലും താടിരോമങ്ങളിലും എത്ര മുടികൾ നരച്ചിട്ടുണ്ട് എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ എണ്ണി നോക്കിയിട്ടുണ്ട്. അങ്ങനെ ലോകത്ത് വേറെ ഏത് നേതാവാണ് ഉണ്ടാവുക? ആ നബിയെ ചാണിന് ചാണായിട്ട് മുഴത്തിന് മുഴമായി കൊണ്ട് പിന്തുടരാൻ നമുക്ക് പറ്റണം. തമസ്സക് ബിഹബിലില്ലാഹി വത്തബിഇൽ ഹുദാ വലാ തകു ബിദഇയ്യൻ ലഅല്ലക തുഫ്ലിഹു വദിൻ ബികിതാബില്ലാഹി വസ്സുനനില്ലതി അതത് അൻ റസൂലില്ലാഹി തൻജു വതർബഹു. ആ സുന്നത്തുകൾ മുറുകെ പിടിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഒരു അടിമുടി മാറ്റം, ജീവിതം മൊത്തത്തിൽ ഒന്ന് മാറ്റിയെടുക്കാൻ നമ്മൾ തീരുമാനമെടുക്കണം.
നമ്മൾ മാറാനും അള്ളാഹുലേക്ക് കൈകൾ ഉയർത്താനും അള്ളാഹുവിന്റെ മുമ്പിൽ കണ്ണീരൊഴുക്കാനും തയ്യാറാണെങ്കിൽ നമ്മളെ സ്വീകരിക്കുവാൻ നമ്മുടെ റബ്ബ് റെഡിയാണ്. വഖുൽ യൻസിലുൽ ജബ്ബാറു ഫീ കുല്ലി ലൈലത്തിൻ ബിലാ കൈഫ ജല്ലൽ വാഹിദുൽ മുതമദ്ദിഹു ഇലാ തബഖി ദുനിയ യമുന്നു ബിഫദ്ലിഹി ഫതുഫ്റജു അബ്വാബുസ് സമാഇ വതുഫ്തഹു യഖൂലു അലാ മുസ്തഗ്ഫിറുൻ യൽഖ ഗാഫിറാ വമുസ്തംനിഹുൻ ഖൈറൻ വറിസ്ഖൻ ഫയുംനഹു. എല്ലാ രാത്രിയിലും നമുക്ക് വേണ്ടിയിട്ട് അള്ളാഹു കൈകൾ നീട്ടിയിരിക്കുകയാണ്. ആരാണ് എന്നോട് ചോദിക്കാനുള്ളത്? ഞാൻ അവർക്ക് ഉത്തരം നൽകാം. ആരാണ് എന്നോട് പാപമോചനം തേടുക? ഞാൻ അവൻക്ക് പുറത്തു തരാം. ആരാണ് എന്നോട് ചോദിക്കുന്നത്? ഞാൻ അവൻക്ക് നൽകാം എന്ന് നമ്മുടെ റബ്ബ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് എന്താണ് പണിയെന്ന് ഗൗരവത്തിൽ ചിന്തിക്കുക. പ്രിയപ്പെട്ടവരെ, മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റക്കാണ് എന്ന ബോധം എപ്പോഴും ഉണ്ടാവുക. വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ. ഒരാളും വേറൊരാളുടെ പാപഭാരം ചുമക്കുകയില്ല. അതുകൊണ്ട് ജീവിതത്തിന് അർത്ഥങ്ങൾ നൽകാൻ, ജീവിച്ചത് 20 വർഷമാണെങ്കിൽ 30 വർഷമാണെങ്കിൽ 40 വർഷമാണെങ്കിൽ ആ 40 വർഷം ആ 30 വർഷം ഞാൻ എന്ത് ചെയ്തു എന്ന് ഗൗരവത്തിൽ ആലോചിക്കുക. ഇന്നലകളിൽ വെയിലുകൊണ്ടവരുടെ ത്യാഗമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മഴ നനഞ്ഞവരുടെ വിയർപ്പും ഇന്നലെ മഴ നനഞ്ഞവരുടെ കഷ്ടപ്പാടുമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കെ എം മൗലവി റഹിമഹുല്ലാഹു തആല തിരൂരങ്ങാടിയിൽ നിന്ന് കക്കാടിലേക്ക് നടക്കും. കക്കാടുള്ള ബീരാൻ ഹാജിയുടെ വീട്ടിൽ നിന്ന് തിരൂരങ്ങാടി CH ഹൗസിലേക്ക് നടക്കും. തല താഴ്ത്തി പിടിച്ചിട്ടാണ് കെ എം മൗലവി റഹിമഹുല്ലാഹു തആല നടന്നിരുന്നത്. കെ എം മൗലവിയെ നാട്ടുകാരെ വിളിച്ചത് കാഫിർ എന്നാൻ. പൊന്നാനിയിലെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് രണ്ടത്താണി സെയ്ദ് മൗലവി വീട്ടിലേക്ക് കയറി വന്നു. ധരിച്ച കുപ്പായം ഇട്ടിട്ടല്ല തിരിച്ച് കയറി വരുന്നത്. ധരിച്ച കുപ്പായം എവിടെ എന്ന് ഭാര്യ അന്വേഷിക്കുന്നുണ്ട്. ആ കുപ്പായത്തിൽ ചോരപ്പാടുകളുണ്ട്. തൗഹീദ് പറഞ്ഞതിന്റെ പേരിലാണ്. ഞങ്ങളുടെ ഉസ്താദ് ഫൈസൽ മൗലവി പറയലുണ്ട്, പ്രസംഗം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ കുഞ്ഞീദ് മദനി റഹിമഹുല്ലാ അദ്ദേഹം ചോദിക്കുന്നതാണ്, ഇന്ന് ഏറ് കിട്ടിയോ? ഇന്ന് ഏറ് കിട്ടിയോ? ഇല്ല, ഏറ് കിട്ടിയിട്ടില്ല. അപ്പൊ ഇന്ന് തൗഹീദ് പറഞ്ഞിട്ടില്ല എന്നാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയൊക്കെ ത്യാഗങ്ങൾ സഹിച്ച് ദീൻ എത്തിച്ചു തന്നവരാണ് നമ്മുടെ മുൻഗാമികൾ. അവരുടെ വഴിയിൽ നമ്മളും ഉണ്ടാകണം. ദീന് പഠിക്കുക, ആത്മാർത്ഥമായിക്കൊണ്ട് ദീന് പഠിക്കുക. ദീന് പഠിക്കുന്നതിലാണ് എല്ലാ നന്മയും ഉള്ളത്. ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഉന്ദുലുസിൽ നിന്ന്, സ്പെയിനിൽ നിന്ന് ബഗ്ദാദിലുള്ള ഇമാം അഹ്മദ് റഹിമഹുല്ലാഹു തആലയെ തേടിയിട്ട് ഒരു മനുഷ്യൻ വരുന്നുണ്ട്. ബഗ്ദാദിലെത്തിയ സമയത്ത് ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹു തആലക്ക് വിലക്കുള്ള സമയമാണ്. ഖൽഖുൽ ഖുർആന്റെ വിഷയത്തിലുള്ള ഫിത്നകൾ ബഗ്ദാദിൽ നടക്കുന്ന സമയമാണ്. ഭരണകൂടം ഇമാം അഹ്മദിനെ ദർസിൽ നിന്ന് വിലക്കിയിട്ടുണ്ട്. പള്ളിയിൽ വരുന്നു, നിസ്കരിക്കുന്നു, തിരിച്ചു പോകുന്നു. ഇമാം അഹ്മദിന്റെ ക്ലാസ്സുകളൊന്നും പള്ളിയിൽ നടക്കുന്നില്ല. ഈ വിവരം അറിയാതെയാണ് ഇമാം അഹ്മദിനെ തേടിയിട്ട് ഉന്ദുലുസിൽ നിന്ന് ബഖീ ഇബ്നു മുഖല്ലദ് എന്ന മനുഷ്യൻ എത്തുന്നത്. ഇമാം അഹ്മദിന്റെ വീട് അന്വേഷിച്ചു. ആളുകൾ വീട് കാണിച്ചു കൊടുത്തു. ഇമാം അഹ്മദിന്റെ വാതിൽ മുട്ടി. ഞാൻ ഒരുപാട് ദൂരെ നിന്നാണ് വരുന്നത്. എന്താണ് നിങ്ങളുടെ ആവശ്യം? ഞാൻ ത്വാലിബു ഇൽമാൻ, ഞാൻ അറിവ് തേടിക്കൊണ്ട് വന്നതാണ്. നിങ്ങൾ ആഫ്രിക്കയിൽ നിന്നാണോ വരുന്നത്? അല്ല, ഞാൻ അതിനും അപ്പുറത്തു നിന്നാണ് വരുന്നത്. ഞാൻ വരുന്നത് ഉന്ദുലുസിൽ നിന്നാണ്. ഇമാം അഹ്മദ് പറഞ്ഞു, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും, ഇപ്പോൾ എനിക്ക് വിലക്കുള്ള സമയമാണ്. പള്ളിയിൽ ക്ലാസ് നടത്താൻ പറ്റൂല, ഹദീസ് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല, ആളുകളെ പഠിപ്പിക്കാൻ പറ്റൂല. അപ്പൊ ഈ മനുഷ്യൻ പറയുന്നുണ്ട്, നിങ്ങളെ ഒന്നും പറയാൻ പറ്റൂല. ഉന്ദുലുസിൽ നിന്ന് ഞാൻ വന്നത് നിങ്ങളെ തേടിയിട്ടാണ്. നിങ്ങളിൽ നിന്ന് എനിക്ക് ഹദീസ് പഠിക്കണം. പ്രിയപ്പെട്ടവരെ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹു തആല ബഖീ ഇബ്നു മുഖല്ലദിനോട് പറയുന്നുണ്ട്, ഒരു നിബന്ധനയുണ്ട്. നിങ്ങൾ വേറെ സദസ്സുകളിലൊന്നും ഇരിക്കാൻ പാടില്ല. ഇമാം അഹ്മദിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾ ഹദീസ് പഠിക്കുന്നുണ്ട് എന്ന വിവരം വേറൊരാളും അറിയാൻ പാടില്ല. എല്ലാ ദിവസവും ഒരു ഭിക്ഷക്കാരന്റെ കോലത്തിൽ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരണം. ആ സമയത്ത് ഞാൻ ഒരു ഹുബ്സ് തരും, ഒരു റൊട്ടി കഷ്ണം തരും. അതിൻ്റെ കൂടെ 1-2 ഹദീസുകൾ ഞാൻ പറഞ്ഞു തരും. പ്രിയപ്പെട്ടവരെ, വർഷങ്ങളോളം ഇമാം അഹ്മദിന്റെ വീട്ടുപടിക്കൽ ഒരു ഭിക്ഷക്കാരന്റെ രൂപത്തിലെത്തുന്ന ബഖീ ഇബ്നു മുഖല്ലദ് എന്ന മനുഷ്യനെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഇന്ന് നമുക്ക് എന്തൊരു എളുപ്പമാണ്. അത് ഇമാം ബുഖാരി റഹിമഹുല്ലാഹു തആല റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അത് ഇമാം മുസ്ലിം റഹിമഹുല്ലാഹു തആലയുടെ സ്വഹീഹിലുള്ള ഹദീസാണ്. അത് മുസ്നദിലുണ്ട്, അത് തിർമിദിയിലുണ്ട്, അത് അബൂദാവൂദ് ഉദ്ധരിക്കുന്നുണ്ട്. ആ ഹദീസ് പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ ആ ഹദീസുകൾ എങ്ങനെ എത്തി എന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണെങ്കിലും ദീന് പഠിക്കുക. ദീന് പഠിക്കുന്നതിലാണ് എല്ലാ നന്മയും ഉള്ളത്.
സന്നദ്ധരാവുക. നമ്മൾ ഏത് സമയത്തും ദീനിന് വേണ്ടി ഇറങ്ങാനും സ്വർഗത്തിന് വേണ്ടി മത്സരിക്കാനും നമ്മൾ തയ്യാറാകണം. ശനിയാഴ്ച ദിവസമാണ് ഉഹദ് നടക്കുന്നത്. ശനിയാഴ്ച ദിവസം ഉഹദ് കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 70 സ്വഹാബിമാർ ഷഹീദായ യുദ്ധമാണ് ഉഹദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപല്ല് പൊട്ടിയ യുദ്ധമാണ് ഉഹദ്. ശത്രുക്കൾ കുഴിച്ച വാരിക്കുഴിയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ യുദ്ധമാണ് ഉഹദ്. മുസ്ലിങ്ങൾക്ക് കനത്ത തിരിച്ചടി ഉണ്ടായ യുദ്ധമായിരുന്നു ഉഹദ്. പ്രിയപ്പെട്ടവരെ, ശനിയാഴ്ച ഉഹദ് കഴിഞ്ഞ് ഞായറാഴ്ച ഫജ്റിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും മദീനയിൽ തിരിച്ചെത്തി. ഫജ്ർ നിസ്കാരം കഴിഞ്ഞു. സ്വഹാബിമാർ ഉറങ്ങിയിട്ടില്ല. അവരുടെ ക്ഷീണം മാറിയിട്ടില്ല. അവരുടെ മുറിവുകൾ ഉണങ്ങിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്ർ നിസ്കാരം കഴിഞ്ഞപ്പോൾ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ നമ്മൾ ഹംറാഉൽ അസദിലേക്ക് പുറപ്പെടണം. മദീനയിൽ നിന്ന് 8 മൈലുകൾ അപ്പുറത്താണ് ഹംറാഉൽ അസദ്. ആ ഹംറാഉൽ അസദിലേക്ക് ബിലാലെ ഇപ്പോൾ നമ്മൾ പുറപ്പെടണമെന്ന വിവരം മുസ്ലിം സൈന്യത്തിന് നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിബന്ധന കൂടി വെച്ചു. ഉഹദിൽ പങ്കെടുത്തവർ മാത്രമാണ് ഹംറാഉൽ അസദിലേക്ക് പോരേണ്ടത്. അബൂ സുഫിയാനും സംഘവും തിരിച്ചു വരാനും അടുത്തൊരു യുദ്ധം നടക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹംറാഉൽ അസദിൽ ചെന്നിട്ട് നമ്മൾ അവരെ നേരിടണം. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ കാണാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉഹദിൽ അടരാടി ഒരു സ്വഹാബിയും ആ വിളിക്ക് ഉത്തരം നൽകാതിരിക്കുന്നില്ല. ശരിക്കും നടക്കാൻ കഴിയാത്തവർ അവരുടെ കൂട്ടത്തിലുണ്ട്. 2 ആളുകളുടെ തോളിൽ തൂങ്ങിയിട്ട് അവർ മദീനയിൽ നിന്ന് 8 മൈലുകൾ അപ്പുറത്തുള്ള ഹംറാഉൽ അസദിലേക്ക് പുറപ്പെടുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ടത്, സ്വഹാബിമാരുടെ ശരീരത്തിനേറ്റ മുറിവിനേക്കാളും ആഴത്തിലുള്ള മുറിവ് അവരുടെ മനസ്സുകളിലുണ്ട്. കാരണം മദീനയിൽ നിന്ന് ഉഹദിലേക്ക് പോരുമ്പോൾ അവരുടെ കൂടെ ഹംസ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഉഹദിൽ നിന്ന് മദീനയിലേക്ക് തിരിച്ചെത്തുമ്പോൾ കൂടെ ഹംസ ഇല്ല. ഉഹദിൽ നിന്ന് മദീനയിലേക്ക് തിരിച്ചെത്തുമ്പോൾ കൂടെ അനസ് ഇബ്നു നളർ ഇല്ല. മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ കൂടെ അബ്ദുല്ലാഹ് ഇബ്നു ഹറാം ഉണ്ട്. തിരിച്ച് മദീനയിലെത്തുമ്പോൾ അവരുടെ കൂടെ അബ്ദുല്ലാഹ് ഇബ്നു ഹറാം ഇല്ല. മദീനയിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവരുടെ കൂടെ അനസ് ഇബ്നു നളർ ഉണ്ട്. തിരിച്ചെത്തുമ്പോൾ അനസ് ഇബ്നു നളർ ഇല്ല. 70 കൂട്ടുകാരെ, ജീവന തുല്യം സ്നേഹിച്ചവരെ കബറടക്കിയിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ ഉഹദിൽ നിന്ന് തിരിച്ചു പോന്നിട്ടുള്ളത്. പക്ഷേ നബി വിളിച്ചപ്പോൾ ഒരാൾ പോലും പിന്മാറിയിട്ടില്ല. ഒരാൾ പോലും ഞങ്ങളില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഒരു മടിയുമില്ലാതെ അവർ ഹംറാഉൽ അസദിലേക്ക് പുറപ്പെട്ടു. കാരണം അവർ കണ്ടൊരു സ്വപ്നമുണ്ട്. മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറുൻ മിനദ് ദുനിയ വമാ ഫീഹാ. സ്വർഗ്ഗത്തിൽ ഒരു ചാട്ടവാർ ചാരി വെക്കാനുള്ള ഇടം കിട്ടുകയാണെങ്കിൽ അത് ദുനിയാവും അതിലുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാളും എത്രയോ ഹൈറാൻ. ഒരു ചാട്ടവാർ ചാരി വെക്കാൻ എത്ര ഇടം വേണം, എത്ര സ്ഥലം വേണം. പ്രിയപ്പെട്ടവരെ, ആ സ്വർഗത്തിന്റെ വലുപ്പം എന്താണ് എന്ന് നമ്മൾ ആലോചിക്കുക. ജീവിതത്തിൽ നമ്മുടെ മോഹങ്ങളോട്, നമ്മുടെ ഇഷ്ടങ്ങളോട്, ശൈത്താനിന്റെ കുതന്ത്രങ്ങളോട് പോരാടുക, ജിഹാദ് ചെയ്യുക, അള്ളാഹുവിന്റെ നല്ല അടിമകളായിക്കൊണ്ട് ജീവിക്കുക, അവന് നന്ദിയുള്ളവരാവുക, പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായി കൊണ്ട് നമ്മൾ ഇടപെടുക. നമ്മുടെ ഫാമിലി കോൺഫറൻസ് വരുന്നുണ്ട്, ടീം സ്പേസ് വരുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് പണിയെടുക്കണം. പുതിയൊരു തലമുറയെ വളർത്തിയെടുക്കാൻ, ദഅവാ രംഗത്ത് സജീവമായി നിലനിൽക്കുന്ന ഒരു ആൾക്കൂട്ടത്തെ ഉണ്ടാക്കുവാൻ നമുക്ക് പറ്റണം. അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുക, അത് ബാക്കിയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ്. ആ ദൗത്യവുമായി കൊണ്ട് മുന്നോട്ട് പോവുക, ആത്മാർത്ഥമായി കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.